ഹലോ. ഹലോ. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് നല്ലൊരു വെതറാണ്. സോ ഇന്ന് DM-ൽ ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. DM ഒരു ജർമ്മൻ ഡ്രഗ് സ്റ്റോർ ചെയിനാണ്. കോസ്മെറ്റിക്സ്, ഹെൽത്ത് കെയർ പ്രോഡക്ട്സ്, മറ്റ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റി ഐറ്റംസ് ഇവിടെ സെൽ ചെയ്യുന്നുണ്ട്. നമ്മളാദ്യം പെർഫ്യൂംസ് നോക്കാനാണ് പോയത്. ടോപ്പ് ബ്രാൻഡ്സിൻ്റെ പെർഫ്യൂംസ് മുതൽ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള പെർഫ്യൂംസ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവുന്ന 3-4 അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ളത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഈ കാണുന്നത് DM-ൻ്റെ പാക്കറ്റ് സ്റ്റേഷനാണ്. അതായത് DM-ൻ്റെ ആപ്പ് വഴിയോ സൈറ്റ് വഴിയോ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ വന്നിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ സെക്ഷനിൽ മെബിലൈൻ, ലോറിയൽ അങ്ങനത്തെ ബ്രാൻഡ്സ് കൂടാതെ വേറെയും കുറേ ബ്രാൻഡ്സുകളുണ്ടായിരുന്നു. സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും പ്രോഡക്ട്സിനൊക്കെ സെപ്പറേറ്റ് സെക്ഷൻസ് ആണ്. ഓരോ കാറ്റഗറിക്കും ഒരു എൻ്റെ റോ തന്നെ കൊടുത്തിട്ടുണ്ട്. നെയിൽ പോളിഷൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ കൈവച്ച് നമുക്ക് മാച്ച് ചെയ്യുന്ന കളർ ഏതാണെന്ന് ചൂസ് ചെയ്യാം. നെയിൽ പോളിഷ് നമ്മൾ 1-2 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം ഏതൊക്കെയാണെന്ന്. നെക്സ്റ്റ് വരുന്നത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. ഈ കാണുന്ന ബെലയ എന്ന് പറയുന്ന ബ്രാൻഡ് DM-ൻ്റെ ഓൺ ബ്രാൻഡാണ്. നല്ല ബ്രാൻഡാണ്. നമ്മൾ ഇതിൻ്റെ കുറേ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷീറ്റ് മാസ്ക് ആണ്. ഇതിനൊക്കെ ഏകദേശം ഒരു €1 to €2 ആ റേഞ്ചിലാണ് വരുന്നത്. ഈ കാണുന്നത് നോ കോസ്മെറ്റിക്സിൻ്റെ പ്രോഡക്ട്സ് ആണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ ഇത്തിരി കോസ്റ്റ്ലിയുമാണ്. ഇവിടെ ഒരു ആപ്പ് വെച്ച് ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ക്വാളിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോ പറയാം. നെക്സ്റ്റ് വന്നിരിക്കുന്ന സെക്ഷൻ ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ ആണ്. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയ ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ കളക്ഷൻ ഇവിടെ കാണാം. ഈ കാണുന്നത് ഒരു വാഷിംഗ് നെറ്റാണ്. അതായത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് ഷൂസൊക്കെ കഴുകണമെങ്കിൽ നമുക്ക് ഈ നെറ്റ് ഉപയോഗിക്കാം. ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇത് വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്ന ഒരു അബ്സോർബൻ പേപ്പറാണ്. ഡ്രസ്സുകളിൽ നിന്ന് വരുന്ന കളറും അഴുക്കും മറ്റ് ഡ്രസ്സുകളിലേക്ക് പടരാതെ ഈ പേപ്പർ അബ്സോർബ് ചെയ്തെടുക്കും. പിന്നെ ഈ കാണുന്നത് വാഷിംഗ് മെഷീൻ്റെ ആ ഡ്രം ക്ലീൻ ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമ്മുടെ കിച്ചൻ്റെ സിങ്കിലൊക്കെ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പ്ലംബേഴ്സിനൊക്കെ വിളിക്കുന്നത് എക്സ്പെൻസീവ് ആണ്. ഈ ഒരു ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബ്ലോക്കേജ് ഒക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതായിരിക്കും. അടുത്തത് DM-ലെ ഗ്രോസറി സെക്ഷനാണ്. നമ്മൾ ഇവിടുന്ന് ഒരു ഫ്ലാക്സ് സീഡിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. വേറെയും കുറേ സീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്ലാക്സ് സീഡ് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളൂ. ജർമ്മനിയിൽ ഫോട്ടോസ് എടുക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതുപോലെ പല ഷോപ്പുകളിലും ഫോട്ടോ മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈലിലോ ലാപ്പിലോ ഒക്കെയുള്ള ഫോട്ടോസ് ഈ ഡിവൈസുമായി കണക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം സൈസിൽ വളരെ ചീപ്പ് റേറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ DM-ന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഫൈനലി നമ്മൾ ബില്ല് ചെയ്യാൻ വന്നിരിക്കുകയാണ്. സെൽഫ് ബില്ലിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് എടുത്ത് ഇവിടെ സ്കാൻ ചെയ്യുക. ബില്ലിങ്ങിന് ലാസ്റ്റ് നമ്മൾ പേ ബാക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പിലെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ബോണസ് പോയിന്റ് കിട്ടും. അതൊരു സെർട്ടൻ ലിമിറ്റ് ആകുമ്പോൾ നമുക്ക് അത് വെച്ച് ഇവിടുന്ന് വേറെ എന്തെങ്കിലും പ്രോഡക്ട്സും മേടിക്കാവുന്നതാണ്. അങ്ങനെ ബില്ലിംഗ് കഴിഞ്ഞു. നമുക്ക് ഏകദേശം €69 അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാർഡ് വെച്ച് പേയ്മെൻറ്റ് നടത്തി. ബില്ല് ഓട്ടോ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ DM ഷോപ്പിംഗ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ചൂസ്.